മാജിക് ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. നിശബ്ദമാക്കപ്പെട്ട ഗ്യാലറിയും കോങ്കോയുടെ സിംഹഗർജനവും. ഇന്നലെ രാത്രി നടന്ന ഇംഗ്ലണ്ട് കോങ്കോ മത്സരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാവുന്നതുപോലെ മത്സരത്തിൻ്റെ 7-ാം മിനിറ്റ് മുതൽ 75-ാം മിനിറ്റ് വരെ കോങ്കോ മാത്രമായിരുന്നു ചിത്രത്തിൽ. അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ താര നിരക്ക് മുന്നിൽ ഒട്ടും പകച്ചു പോകാതെയാണ് കോങ്കോ തങ്ങളുടെ പോരാട്ട വീര്യം പുറത്തെടുത്തത്. മരിച്ചു വീഴുന്നെങ്കിൽ അത് ധീരതയോടെ വീഴണമെന്ന ആ പഴയ ആപ്തവാക്യമുണ്ടല്ലോ, അത് പ്രാവർത്തികമാക്കിയാണ് കോങ്കോ അമേരിക്കയിൽ നിന്ന് മടങ്ങുന്നത്. കളിയുടെ തുടക്കത്തിൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബ്രയാൻ സിബാങ്ക ഇംഗ്ലണ്ടിൻ്റെ പോസ്റ്റിൽ ഗോളെത്തിച്ചു. ഗോളി പിക്ഫോർഡിന് നിസ്സഹായരായി നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ. പിന്നീട് അടിയും തിരിച്ചടിയുമായി ഒന്നാം പകുതി അവസാനിച്ചു. 75-ാം മിനിറ്റ് വരെ കളി കോങ്കോയുടെ ഭാഗത്ത് തന്നെയായിരുന്നു. എന്നാൽ 75-ാം മിനിറ്റിൽ തോമസ് ടുഷേൽ നടത്തിയ മാറ്റങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ വിജയത്തിലേക്ക് വഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഹാരി കെയ്ൻ എന്ന സ്ട്രൈക്കറെ നന്നായിട്ട് ഉപയോഗിക്കാൻ ടുഷേലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 2 എണ്ണം പറഞ്ഞ ഗോളുകൾ ഇംഗ്ലണ്ടിൻ്റെ വിജയത്തിന് കാരണമായി. ഇംഗ്ലണ്ടിൻ്റെ വിജയത്തിലേക്ക് നയിച്ച പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഹാരി കെയ്ൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയാണ് ആ വിജയത്തിന് കാരണമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കൽ ഫിനിഷിംഗ് അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ബയേൺ മ്യൂണിക്കിൽ ഈ സീസണിൽ അദ്ദേഹം നടത്തിയ മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അതിൻ്റെ തുടർച്ച തന്നെയാണ് ലോകകപ്പിലും അദ്ദേഹം കൈവരിച്ചിരിക്കുന്നത്. അതുപോലെ കോച്ച് തോമസ് ടുഷേൽ വരുത്തിയ 2 സുപ്രധാനമായ മാറ്റങ്ങൾ, ആൻ്റണി ഗോർഡനെയും അതുപോലെ ബുക്കായ സാക്കയെയും കളത്തിലിറക്കിക്കൊണ്ട് ആ 2 തന്ത്രപരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഗോളിന് പിറകലായിട്ട് നിന്നിട്ട് പോലും അത് കളിക്കാരുടെ മാനസികാവസ്ഥയെ മാനിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇംഗ്ലണ്ട് കോച്ചിന് കഴിഞ്ഞു എന്നുള്ളതാണ്. തങ്ങൾ പരാജയപ്പെട്ടു എന്നോർത്ത് അതിൽ തളരാതെ മുന്നോട്ട് പോകാനുള്ള ഇംഗ്ലണ്ട് ടീമിൻ്റെ ആ ഒരു മനക്കരുത്താണ് ഈ മത്സരത്തിൻ്റെ ഗതി നിർണ്ണയിച്ചതെന്ന് പറയാം. കോങ്കോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് അവരുടെ ഗോൾ കീപ്പർ ലയണൽ മെമ്പാസിയുടെ ഗോൾ കീപ്പർ തന്നെയാണ്. ജൂഡ് ബെല്ലിംഗാമിൻ്റെ അടക്കം 3 എണ്ണം പറഞ്ഞ ഷോട്ടുകൾ അദ്ദേഹം തടഞ്ഞിട്ടു. അതുപോലെ കൂടി തന്നെയാണ് പണക്കൊഴുപ്പും അതുപോലെ മറ്റ് വംശീയതയെയും ഒക്കെ തോൽപ്പിച്ച ഒരു കളിയാണ് കോങ്കോയ്ക്കുള്ളത്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഒരുപിടി നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് കോങ്കോ അമേരിക്കയിൽ നിന്ന് വിട പറയുന്നത്.